ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2432. ഓഗസ്റ്റ് മാസം 28 ഈ ആണ്ടിലെ 240 ദിവസത്തിലെത്തി. ക്രിസ്തുവേശു ഇങ്ങനെ പറഞ്ഞിരുന്നു, വിളക്ക് കത്തിച്ചിട്ട് അത് വിളക്ക് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. വിളക്കൊക്കെ കത്തിച്ചിട്ട് കുറച്ച് ഉയർന്ന സ്ഥലത്തേക്ക് എടുത്തു വെക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. എന്താണ് അതിന്റെ പ്രയോജനം? ഏതൊരാൾക്കും നന്നായി അറിയാം. യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, മുറിക്ക് മുഴുവൻ, ഭവനത്തിന് മുഴുവൻ, അങ്ങനെ ദേശത്തിന് മുഴുവൻ ഒരു വലിയ വെളിച്ചം കിട്ടും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകാമോ? വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് തണ്ടിന്മേലത്രേ എടുത്തു വെക്കേണ്ടത്. കുറച്ചുകൂടി വെളിച്ചം നമുക്ക് ആവശ്യമാണ്. ആ വെളിച്ചത്തിന്റെ സാമീപ്യം കൊണ്ട് ആ വെളിച്ചത്തെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടി പിടുത്തം കിട്ടും. അവ്യക്തമായ പല മേഖലകളുമുണ്ട് നമ്മളിൽ, നന്നായി ഇരുട്ട് പിടിച്ചു കിടക്കുന്ന മേഖലകൾ. അവയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി, വ്യക്തതയുണ്ടാവും. ഒപ്പം കൂടെയുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിച്ചു കളഞ്ഞ സഹജീവികളെക്കുറിച്ച് കുറെ കൂടി നമുക്കൊരു അറിവും അനുകമ്പയും ആർദ്രതയും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഒരു അഭാവം എൻ്റെ മനുഷ്യജീവിതത്തിൽ എന്തുമാത്രം എന്നെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ വെളിച്ചത്തിന്റെ അഭാവമേ. യേശു പറഞ്ഞതാണ്, ആ വിളക്കിനെ എടുത്ത് ജ്വലിപ്പിച്ച് ഉയരത്തിലെ പ്രതിഷ്ഠിക്കാനായിട്ട്. എന്തുകൊണ്ടോ കഴിയാതെ പോകുന്നുണ്ട്. യേശു കൂട്ടിച്ചേർത്തിരുന്നു, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. അത് നമുക്ക് അങ്ങോട്ട് അത്ര രുചിക്കുന്നില്ല. സ്വീകരിക്കാനായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉള്ളതുപോലെ. ഇന്നാവട്ടെ കേരളവും കേരളത്തിലെ മുഴുവൻ മലയാളികളും രണ്ട് വലിയ ഗുരുക്കന്മാരെ അനുസ്മരിക്കുന്നുണ്ട്. ശരിക്കും അവര് പ്രപഞ്ചത്തെയോ സമൂഹത്തെയോ മാനവരാശിയോ ഒക്കെ പുതുക്കി പണിയാനായിട്ട് ഏറെ പ്രകാശം ചൊരിഞ്ഞവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളാണ്. ഒന്ന് ശ്രീനാരായണ ഗുരു ആണ്, ഗുരുവിന്റെ ജയന്തിയാണ്. ഒപ്പം അയ്യങ്കാളി ജയന്തി ദിനവുമാണ് ഇന്ന്. എന്തുമാത്രം ഗുരുക്കന്മാരാണ് നമുക്കിങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് നമ്മുടെ പരിസരത്ത് നിലനിൽക്കുന്നത്, ഇപ്പോഴും സജീവമായി ജീവിക്കുന്നത്. എന്നിട്ടും ഈ ഒരു മുന്നറിയിപ്പുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ നമുക്ക് സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, ഓർത്തു വെക്കാൻ, പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാരമായ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും. ആ ഒരു തിരിച്ചറിവില് കുറച്ചും കൂടി വെളിച്ചത്തെ സ്നേഹിക്കാം ഈ ഗുരുക്കന്മാരെയും. ആമേൻ.